ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതുപോലെയുള്ള ഒരു ബയോഡാറ്റ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, ഇത് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഞാൻ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണ്ട് സൈസ്, ഫോണ്ട് സ്റ്റൈലൊക്കെ നമുക്ക് ചേഞ്ച് വരുത്തണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോണ്ട് ലിസ്റ്റിൽ വന്നിട്ട് ടൈംസ് ന്യൂ റോമൻ ഫോണ്ട് ആക്കി കൊടുത്തു. ഇനി നമുക്ക് ബയോഡാറ്റ എന്നുള്ളത് സെൻറ്ററിലോട്ടാക്കുക, സൈസ് കൂട്ടി കൊടുക്കുക, അതുപോലെ തന്നെ ഒന്ന് ബോൾഡ് ആക്കിയിട്ട് അണ്ടർലൈൻ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് ലൈൻ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ്, ദെൻ 1 പോയിൻറ്റിലോട്ട് ഇടാം. ഓക്കെ, സജിന എന്ന് കാണുന്ന ഈ പേര് നമ്മൾ ഒന്ന് ബോൾഡാക്കി കാണിക്കുക, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളത് ബോൾഡ് ചെയ്യുക, അണ്ടർലൈൻ കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് അലൈൻമെൻറ്റ് ലൈൻ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു 1 പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസോർഡർ ആയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് നമ്മൾ ടാബ് പ്രസ് ചെയ്തിട്ട് ഓർഡറിലോട്ട് ചെയ്യാം. ഈ ഓർഡറിൽ വേണം ടാബ് സെറ്റ് ചെയ്യാൻ. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ എറർ കാണിക്കുന്നുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, ജസ്റ്റ് കറക്റ്റ് ചെയ്യണം. പേരിൽ നമ്മൾ കുഴപ്പമില്ല, അത് നമ്മൾ ഇഗ്നോർ ഓൾ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഗ്രാമർ മിസ്റ്റേക്കൊക്കെ നമ്മൾ കളയുക. അതിനുശേഷം നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ബോൾഡ് ചെയ്യുക, അണ്ടർലൈൻ കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ ഇവിടെ ക്വാളിഫിക്കേഷൻ തെറ്റായിട്ടുണ്ട്, ഇവിടെ റെഡ് കളറിൽ കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ പ്ലേസ് കേരള. ഓക്കെ, ഇടക്കര എന്നുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് കറക്റ്റ് ചെയ്യുക. ഇവിടെ സജ്ന എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാബൊക്കെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു റൈറ്റിലോട്ട് ആക്കി മാറ്റാം. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ബോൾഡ് ചെയ്യുക. ഓക്കെ, ഡിക്ലറേഷൻ, അതുപോലെ തന്നെ ഡിക്ലറേഷൻ ബോൾഡ് ആക്കിയിട്ട് ഒന്ന് അണ്ടർലൈൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നമ്മൾ SSLC +2 ഈ ഒരു ഭാഗം നമ്മൾ ബുള്ളറ്റ്സിലോട്ട് ബുള്ളറ്റ് കൊടുക്കുക, ബുള്ളറ്റ്. ഓക്കെ, അതേപോലെ തന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ബോൾഡ് ആക്കിയിട്ട് നമ്മൾ അണ്ടർലൈൻ കൊടുക്കുക. ഇത് രണ്ടും നമ്മൾ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്നുള്ള എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബുള്ളറ്റ്സ് അപ്ലൈ ചെയ്യുക. ബുള്ളറ്റ് കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ ഇത്രയും കംപ്ലീറ്റഡ് ആയി. ഇനി ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ സ്പേസിങ് കൂടെ കൊടുക്കണം. അതിനുശേഷം ബയോഡാറ്റയുടെ താഴെ ഈ സജ്ന എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചിട്ട് താഴ്ത്തി കൊടുക്കുക. അതുപോലെ തന്നെ കണ്ടില്ലേ, നമ്മൾ ആദ്യം കണ്ട അതേപോലെ ആയി. നമുക്കിവിടെ ലൈന് കൊടുക്കാനുണ്ട്. ഇവിടെ ജസ്റ്റ് കർസർ വെച്ചിട്ട് ബോട്ടം ലൈനാണ് കൊടുക്കേണ്ടത്. ബോട്ടം ബോർഡേഴ്സിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റി കൊടുക്കണം. അതിന് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് എടുക്കുക. ഇവിടെ നമ്മൾ ഇവിടെ സ്റ്റൈലുണ്ടാകും, നമുക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യും. ഞാൻ ഈ സ്റ്റൈലാണ് അപ്ലൈ ചെയ്തത്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ടോപ്പിലുള്ളത് കളഞ്ഞിട്ട് ലെഫ്റ്റ് കളയുക, റൈറ്റ് കളയുക. അതേപോലെ താഴെ മാത്രം മതി, ബോട്ടം മാത്രം മതി. ബോട്ടം ലൈന് കൊടുത്തു. ഓക്കെ, ഇത്രയും നമ്മളെ ബയോഡാറ്റ സെറ്റായി കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടാലുടൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ ഞാൻ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.